ദില്ലി ചലോ മാർച്ചുമായി മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്നലെ ദില്ലിയിലേക്കുള്ള വിവിധ അതിർത്തികളിൽ പോലീസും കർഷകരും തമ്മിലുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തരത്തിൽ ഖനോരിയിൽ നടന്ന ഒരു സംഘർഷത്തിൽ ഗുരുതരമായി തലയ്ക്ക് പിന്നിൽ പരിക്കേറ്റ ശുഭ്കരൺ സിംഗ് എന്ന 21 വയസ്സുകാരൻ, കർഷക സമരത്തിൽ പങ്കെടുക്കുകയായിരുന്ന ശുഭ്കരൺ സിംഗ് എന്ന 21 വയസ്സുകാരൻ മരിച്ച വാർത്ത വന്നതിന് പിന്നാലെ തൽക്കാലത്തേക്ക് ദില്ലി ചലോ മാർച്ച് 2 ദിവസത്തേക്ക് മാർച്ചുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് കർഷകർ. അതിന്റെ ഭാഗമായി തന്നെ ശംഭുവിലടക്കം ഇന്ന് കാര്യങ്ങൾ ഏറെക്കുറെ ശാന്തമാണ്. ഇന്നലെ ശംഭുവിലും ഇത്തരത്തിൽ നിരന്തരം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ടിയർ ഗ്യാസ് ആക്രമണവും അതുപോലെ അതിനെ പ്രതിരോധിക്കാനുള്ള കർഷകരുടെ ശ്രമവും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ശ്രമങ്ങളെ ചെറുക്കാനായി പട്ടം പറത്തിക്കൊണ്ടുള്ള കർഷകരുടെ നീക്കവും ഒക്കെ ആണ് ഇന്നലെ ശംഭുവിൽ കണ്ട കാഴ്ചകൾ. എന്തായാലും പട്യാല ആശുപത്രിയിലാണ് ശുഭ്കരൺ സിംഗിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ശുഭ്കരൺ സിംഗിന്റെ കുടുംബത്തിന് സഹായധനം പ്രഖ്യാപിക്കുന്നതുവരെ പോസ്റ്റ്മോർട്ടത്തിന് അനുവാദം നൽകുകയില്ല എന്നുള്ള തീരുമാനത്തിലാണ് കർഷക സംഘടനകൾ. പ്രധാന നേതാക്കളൊക്കെ തന്നെ പട്യാല ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ശുഭ്കരൺ സിംഗിന്റെ ഈ മരണത്തിന് പിന്നിൽ പോലീസിന്റെ ആക്രമണമാണ്, ഷെല്ലേറ്റാണ് ഈ മുറിവ് പറ്റിയിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് കർഷകർ ഉയർത്തുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു പരാതിയാണ് അവർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാർക്ക് നേരെ അടക്കം ഒരു നടപടി വേണം, അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യവും കർഷക സംഘടനകൾ ഉയർത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം കർഷകരുടെ ഭാഗത്തുനിന്നും കർഷകർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചവരുടെ ഭാഗത്തുനിന്നുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു 21 വയസ്സുകാരനാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇത് രണ്ടാമത് ഈ ഒരു കർഷക സമരവുമായി ഇവർ ശംഭുവിലും മറ്റും എത്തിയതിനു ശേഷം ഇപ്പോൾ രണ്ടാമത്തെ മരണമാണ് ഉണ്ടാകുന്നത്. 2 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ടിയർ ഗ്യാസ് ആക്രമണത്തിൽ ഒരു വൃദ്ധനായ ഒരു കർഷക സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാൾ മരിച്ചിരുന്നു. ഇപ്പോൾ 21 വയസ്സുകാരൻ ശുഭ്കരൺ സിംഗിന്റെ മരണവാർത്തയും വന്നിരിക്കുന്നു. എന്തായാലും കർഷക സമരത്തിൽ നിന്ന് പിന്മാറാൻ, അതായത് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ല എന്ന നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ല. ഇന്നലെയും ഇത്തരത്തിൽ ഒരു യോഗം ഇവർക്കിടയിൽ തന്നെ, മോർച്ചയുടെ നേതൃത്വത്തിൽ അവർക്കിടയിൽ തന്നെ കിസാൻ മസ്ദൂർ മോർച്ച അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെയൊക്കെ നേതാക്കൾ ചേർന്നുകൊണ്ടുള്ള ഒരു യോഗം നടത്തിയിരുന്നു. അതിൽ തീരുമാനിച്ചിരിക്കുന്നതും കർഷക സമരവുമായി ഈ തരത്തിലുള്ള ഈ ശംഭുവിലടക്കം ഇവർ നടത്തുന്ന ഈ ട്രാക്ടർ റാലികൾ അണിനിരത്തിക്കൊണ്ടുള്ള ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. എന്നാൽ ഏറ്റവും സമാധാനപരമായി തന്നെ ഈ സമരം നടത്തണം എന്നുള്ള ആഗ്രഹവും തങ്ങൾക്കുണ്ട്. എന്നാൽ ഈ ദില്ലി ചലോ മാർച്ചിനെ ഇത്തരത്തിൽ പ്രതിരോധിക്കുന്ന ഹരിയാന സർക്കാരിന്റെ നടപടിയോടാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ എതിർപ്പ് എന്നാണ് ഈ കർഷക നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. എന്തായാലും ഈ മരണത്തിന് ശേഷം ഈ ഒരു 21 വയസ്സുകാരന്റെ മരണത്തിന് ശേഷം 2 ദിവസത്തേക്ക് ഈ ഒരു ദില്ലി ചലോ മാർച്ചുമായി മുന്നോട്ട് പോകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് കർഷകർ.